ഹായ് ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചെറിയ വലിയ വലിയ സന്തോഷമാണ്. ചെറിയ വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് തുടങ്ങിയ സന്തോഷം വലുതിലേക്ക് എത്തി നിൽക്കുന്നു. സക്സസ് സ്റ്റോറീസ്. അതായത് നമുക്ക് ഭൗതികമായി കിട്ടുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് നേടി, നമ്മുടെ ഇന്നർ ഹാപ്പിനെസ്, അതിന് പ്രാധാന്യമുണ്ടല്ലേ. നമ്മൾ ആഗ്രഹിക്കാത്ത ലെവല്, നമ്മൾ ആഗ്രഹിച്ച പോലെ, അതായത് നമ്മൾക്ക് ലഭിക്കുമെന്നൊരു ഉറപ്പുമില്ലാത്ത ലെവലിൽ പോലും നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക? ഇന്നർ ഹാപ്പിനെസ് വരില്ലേ? ഇതെങ്ങനെ സാധിച്ചു എന്ന് തോന്നുന്നല്ലേ. അപ്പോഴാണ് ഈ അഫർമേഷൻ്റെയും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ സെൽഫ് ലവിൻ്റെ ഒക്കെ ഒരു മഹത്വം വരുന്നത്. പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ പ്രാക്ടീസൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണോ എല്ലാവരും ജീവിക്കുന്നത് എന്നൊക്കെ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ജീവിതം ഒരുപോലെയൊന്നുമല്ല. നാം എല്ലാം വ്യത്യസ്തരാണ്. പലരും പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നവരാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാനും എല്ലാ സുഖങ്ങളും സമ്പൽ സമൃദ്ധിയും അനുഭവിച്ച് ഭൂമിയിൽ ജീവിക്കാൻ എല്ലാവർക്കും പറ്റില്ല. വളരെ ചുരുക്കം പേർക്ക് അത് സാധിക്കുന്നുള്ളൂ. അവർക്ക് സമാധാനം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ അവർക്കുണ്ട്. അവർ സന്തോഷം കാണിക്കുന്നുണ്ട്. അതുപോലെ ഭൗതിക വസ്തുക്കൾക്ക് അവർക്കുണ്ട്, അവർക്ക് പണമുണ്ട്, ഓക്കെ, എല്ലാ പദവിയുണ്ട്. പക്ഷേ സമാധാനം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അത് അവർക്കേ അറിയുള്ളൂ, ഇന്നർ ഹാപ്പിനെസ് ഉണ്ടോ എന്ന്. അപ്പോൾ എല്ലാം നമുക്ക് വേണം. സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ബഹുമാനവും അംഗീകാരവും എല്ലാം മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ ലഭ്യമാവും? പല പ്രാക്ടീസിലും ഇൻസ്റ്റൻ്റ്ലി നമ്മൾ കൊടുക്കുന്ന ചില പ്രാക്ടീസിലൂടെ ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. കാരണം ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാക്ടീസ്, അതായത് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ പഠിച്ചെടുത്തിട്ട്, അതായത് ഇങ്ങനെ ഒരു പ്രാപഞ്ചിക നിയമമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പ്രാക്ടീസുകളിലൂടെയാണ് നമ്മൾ പോകേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ്. കഴിഞ്ഞ 2023 ജനുവരിയിലാണ് ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഞാൻ അറിയുന്നതും അതിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതും. അവിടുന്ന് അങ്ങോട്ട് നിങ്ങളെപ്പോലെ തന്നെ ഫസ്റ്റിൽ പ്രാക്ടീസ് ചെയ്ത് അത് ചിലപ്പോൾ നമുക്ക് ഓരോരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കാണുമ്പോൾ അവിടെ പ്രാക്ടീസ് നിന്ന് പോകും. പക്ഷെ ആ സമയത്ത് പോലും എന്ത് ചെയ്യണമെന്ന് മനസ്സിൽ ഒരു ധൈര്യം വരുന്നത് പോലെയാണ് തോന്നാറ്. ഒരു ഹീലിംഗ് നടക്കും. എത്ര ടെൻഷനുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ, അതായത് അത്രയും നെഗറ്റീവ് അടിച്ച് നിൽക്കുന്ന സമയത്ത് പോലും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാനുള്ള ഹീലിംഗ് കിട്ടാറുണ്ട്. അങ്ങനെ ഒരു കിട്ടിയ കുറേ ടിപ്സുകളൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ തന്നെ അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വെറൊരു ക്ലാസ് കൊണ്ട് മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ ജീവിതം. നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതം ക്രിയേറ്റ് ചെയ്യുന്നത്. എങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഇനിയുള്ള ജീവിതം, അതായത് ഇനി ഇതറിഞ്ഞ ശേഷം, ലോ അട്രാക്ഷനെ പറ്റി അറിഞ്ഞ ശേഷം എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ലെവലിൽ എത്തിച്ചേരാൻ എനിക്ക് തന്നെ ക്രിയേഷൻ നടത്തിക്കൂടാ എന്നുള്ളൊരു ചിന്തയിൽ മനഃപൂർവ്വം മനസ്സിനെ ട്രെയിൻ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ പല പ്രോബ്ലംസും ലൈഫിൽ വരും. അവിടുന്നൊക്കെ വീണ്ടും എഴുന്നേറ്റ് വന്ന് വീണ്ടും പൊടി തട്ടി ആ പ്രാക്ടീസിൽ ഉറച്ചു നിന്നപ്പോൾ പിന്നെ എന്ത് പ്രശ്നവും മനസ്സിൽ അല്ലെങ്കിൽ മൈൻഡിലേക്ക് വന്നാൽ പോലും അത് അടുക്കാതെ വേണം, മൈൻഡ് ക്ലീനായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേജാണ് അലൈൻമെൻറ്റ് സ്റ്റേജ് എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മെ ബാധിക്കില്ല, ഒരു നെഗറ്റീവ്സും പിന്നെ നമ്മെ ബാധിക്കില്ല. അഥവാ ആ നെഗറ്റീവ് സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നാലും നമുക്കവിടെ എന്ത് ചെയ്യണമെന്ന് ഒരു ബോധം വരും. അപ്പോൾ ഈ മെഡിറ്റേഷൻ്റെയും സെൽഫ് ലവിൻ്റെ ഒക്കെ പവറാണത്. മെഡിറ്റേഷൻ നമ്മൾ ഡെയിലി ചെയ്യണം. നമ്മൾ എന്തിനാണ് മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നത്? നമ്മൾ ആ യൂണിവേഴ്സുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഉള്ളിലൂടെ, അതായത് ഈ പ്രപഞ്ചം മുഴുവൻ എന്താണ്, എനർജിയാണ്. നമുക്കൊക്കെ അറിയാം, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന എനർജിയാണ്. ആ എനർജി നമ്മുടെ ഉള്ളിലൂടെ ഒഴുകുന്നുണ്ട്. പല കാരണങ്ങളിലൂടെ നമുക്കത് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമാണ്. നാം നമ്മെ തന്നെ വെറുത്ത് ഈ ജന്മം വേണ്ട എന്ന് വെച്ച് എത്രയോ നമ്മൾ പറഞ്ഞ അവസരങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് മാത്രം എന്തായി വിധി, എപ്പോഴും ടെൻഷൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്? കാരണം നമ്മൾ ജനിച്ചു വളർന്ന ചുറ്റുപാട്
നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തികൾ നമ്മൾ സ്കൂളിൽ പഠിച്ച അധ്യാപകരിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സഹപാഠികളിലൂടെ അവിടുന്ന് നമ്മൾ വേറെ സ്ത്രീകളാണെങ്കിൽ കല്യാണമൊക്കെ കഴിച്ചു പോകുന്ന ആ വീട്ടിലുള്ള അവസ്ഥകൾ അതൊക്കെ നമ്മെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ ഉപബോധ മനസ്സിൽ അതെല്ലാം കയറിക്കൂടി. ഇതാണ് ഞാൻ എന്ന് തന്നെ നമ്മൾ സ്വയം നമ്മെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ നമ്മെ തന്നെ പഴിച്ച് സെൽഫ് ലവ് ഇല്ലാതെ ഈ ജീവിതം എന്തിനെ എന്ന് എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ സ്വയം പറഞ്ഞ് നമ്മൾ ആത്മഹത്യയിലേക്ക് പോകും. വിഷാദരോഗത്തിന് പോലും അടിമയായിട്ട് മരുന്ന് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നുമല്ല ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി സ്വയം എല്ലാവരും തിരിച്ചറിയുന്ന ആ നിമിഷം ഉണ്ടല്ലോ, ഇങ്ങനെയല്ല നമ്മുടെ ജീവിതത്തിന് ക്രിയേറ്റ് നമ്മളാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സെക്കൻഡ് തുടങ്ങണം നമ്മുടെ ഈ പ്രാക്ടീസുകൾ. ഇത് മുടങ്ങാതെ നമ്മുടെ ലൈഫിൽ നമ്മൾ അതായത് നമ്മുടെ ലൈഫിൽ അത് നമ്മളിങ്ങനെ പ്രാവർത്തികമാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റേതായ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കും. പെട്ടെന്ന് ഒരു മാസം പ്രാക്ടീസ് ചെയ്തു, അടുത്ത മാസം ഞാൻ ഓക്കെ ആയി, ഒരിക്കലുമല്ല. കണ്ടിന്യൂസ്ലി നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ അപ്ലൈ ചെയ്യണം. അതിൻ്റേതായ ബെനിഫിറ്റ് തരും. അതിനൊത്തം ഉദാഹരണം എൻ്റെ റോൾ മോഡൽ ഞാൻ തന്നെയാണ്. എനിക്കറിയാം ഞാൻ എന്ത് അഫർമേഷനാണോ കണ്ണാടി നോക്കി പറയുന്നത്, ആ ഒരു അഫർമേഷൻ എൻ്റെ ലൈഫിൽ ഞാനിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. സെൽഫ് ലവ്, ഞാൻ എത്രത്തോളം എന്നെ സ്നേഹിച്ചു തുടങ്ങിയോ അത്രത്തോളം എനിക്ക് മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്. അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരെന്നോട് ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ സാരമില്ല, പോട്ടെ, കുഴപ്പമില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്കും അവരോട് അങ്ങനെ ഒരു ദേഷ്യം തോന്നാനുള്ള ആ ഒരു ദേഷ്യം തോന്നാൻ കഴിയാറില്ല. അതായത് ദേഷ്യം തോന്നാതിരിക്കാനാണ് നമ്മുടെ മനസ്സ്. അപ്പോൾ അത്ര പോലും നമ്മൾ പാകപ്പെടും എന്നർത്ഥം. മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അത് ക്ഷമിക്കാൻ അല്ലെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും നമുക്ക് എന്ത് വരും? നമുക്ക് ഒന്നാമതേ നമ്മളിഷ്ടമല്ല. അപ്പം മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്നത് കാണുമ്പോൾ എന്താവും? അവരോട് വെറുപ്പ് വരും. ഇങ്ങനെയാണ് മറ്റുള്ളവരെ നമ്മൾ വെറുക്കുന്നത്. കാരണം നമ്മോടുള്ള വെറുപ്പ് തന്നെയാണ് അവരിലൂടെ നാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെയും ഒന്നിൻ്റെ പേരിൽ നമ്മൾ കുറ്റം പറയാതിരിക്കുക. എല്ലാറ്റിനും കാരണം നമ്മുടെ ചിന്തകൾ തന്നെയാണ്. ചില സമയത്ത് നമ്മൾ പെർഫെക്ഷന് വേണ്ടി വാശി പിടിക്കാറുണ്ട്. എല്ലാം പെർഫെക്റ്റായിട്ട് മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യം ചെയ്യൂ എന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല. പെർഫെക്ഷന് വേണ്ടി വാശി പിടിച്ചാൽ ഒന്നും നടക്കില്ല. പെർഫെക്റ്റായിട്ട് മാത്രമേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് അതൊന്നുമല്ല. നമുക്കെന്താണോ നമ്മളെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതിൽ നിന്ന് നമ്മൾ തുടങ്ങണം. യൂട്യൂബ് ചാനൽ ഇങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കണം, അതൊരു പെർഫെക്ഷനോടുകൂടെ കൊടുക്കണം, അല്ലെങ്കിൽ അത്രയും സെറ്റോടുകൂടെ റെഡിയാക്കി കൊടുക്കണം എന്നൊരു ചിന്ത എനിക്കില്ലായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടും സെൽഫ് ലവ് ചെയ്തിട്ടും അഫർമേഷൻ പറഞ്ഞിട്ടും ഗോൾ സെറ്റ് ചെയ്തിട്ടും മെഡിറ്റേഷൻ ചെയ്തിട്ടും ഉണ്ടായ മാറ്റം എനിക്ക് എത്രത്തോളം കിട്ടി അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ ഒരു ബലത്തിലാണ് അത് നിങ്ങൾക്കും കൂടെ ഞാൻ യൂട്യൂബ് വഴി ഷെയർ ചെയ്യുന്നത്. കാരണം എത്രയോ പേരുണ്ട് പല വിഷമതകളിലൂടെ കടന്നു പോകുന്നവർ. ഇതാണ് ജീവിതം, ഈ വിധിയെ പഴിച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ ജീവിച്ചു പോവുക. നമ്മൾ അട്രാക്റ്റ് ചെയ്തെടുത്താണ് നമ്മുടെ ലൈഫൊന്നും പോലും അറിയാത്ത എത്രയോ പാവങ്ങളുണ്ട്, എത്രയോ മനുഷ്യരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്കൊക്കെ എഴുത്തുമെങ്കിൽ ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു വാക്കുകൊണ്ട് അവർക്കൊരു മാറ്റം വരികയാണെങ്കിൽ അത് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അതുകൊണ്ടാണ് യൂട്യൂബിൽ ഇങ്ങനെയൊരു വീഡിയോ ഇടണമെന്ന് ഞാൻ ആദ്യം മനസ്സിൽ വിചാരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എന്താ പറയേണ്ടത് പോലും അറിയില്ല. ഒരു പ്രാവശ്യം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മൈൻഡിൽ ഇങ്ങനെ തോന്നുകയാണ്. നമുക്ക് മെഡിറ്റേഷൻ ചെയ്ത് നമ്മൾ ഒരു ലെവലിൽ അങ്ങോട്ട് എത്തുമ്പം നമുക്ക് തോന്നും, മൈൻഡിൽ ഇൻഡ്യൂഷൻ പവർ എന്നൊക്കെ പറയും. അതുപോലെ നമുക്കിങ്ങനെ തോന്നുക വീഡിയോ ചെയ്യണം. അങ്ങനെ വീഡിയോ ചെയ്തു തുടങ്ങിയതാണ് ഞാൻ. ഇന്നേക്ക് എൻ്റെ വീഡിയോ ലോ അട്രാക്ഷൻ കോഴ്സ് കഴിഞ്ഞ ശേഷമാണ് ഞാനിത് ചെയ്യുന്നത്. ഒരു വർഷം ആയിട്ടില്ല, വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട് ഒരു വർഷം ആയിട്ടില്ല. പക്ഷേ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു വർഷമായി. ക്ലാസ് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കുറച്ച് പേരെയെങ്കിലും എനിക്ക് ട്രെയിൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഭയങ്കര ഞാൻ ഈശ്വരനോടും എന്നെ സ്വീകരിച്ച് നിങ്ങളോടൊക്കെ നന്ദി പറയുകയാണ്. കാരണം നമ്മുടെ വീഡിയോ നിങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ്, കേൾക്കാൻ അതായത് നിങ്ങൾ മനസ്സ് കാണിച്ചത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് വരെ എത്തി തുടങ്ങിയതെല്ലാം. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് പേര് ക്ലാസ് ജോയിൻ ചെയ്യുക, അവർക്ക് നല്ലൊരു മാറ്റം അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവർ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അതിൻ്റെതായ മാറ്റം ലഭിക്കുക. അതെന്നോട് ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ,
അതെത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം, നമ്മൾ മക്കളാണ്. ഓക്കെ, നമുക്ക് നേരിട്ട് ചോദിക്കാം, എന്ത് വേണേലും ചോദിക്കാം. യൂണിവേഴ്സ് എൻ്റെ ആ ഒരു ജേണിയിൽ ഞാൻ ഇത്രത്തോളം എൻ്റെ മൈൻഡിനെ മാറ്റി ഇന്നത്തെ ലെവലിൽ എനിക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ഉറപ്പിൽ എനിക്ക് മറ്റുള്ളവർക്ക് ക്ലാസ് കൊടുക്കാൻ കഴിയുന്നുണ്ട്, അത് എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. ഒരു ആളെങ്കിലും മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അത് എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആൾക്കാരിങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണാനും അവർ ക്ലാസ്സിലേക്ക് വരാനും അവരുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാനും എനിക്ക് സാധിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യൂണിവേഴ്സിനോട് ചോദിക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വാട്സപ്പ് ക്ലാസ് കണ്ടക്ട് ചെയ്തത്. എനിക്ക് എങ്ങനെ കണ്ടക്ട് ചെയ്യണമെന്ന് പോലും ഇതേപോലെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് നിർബന്ധിക്കുകയായിരുന്നു ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ആശ്വാസം കിട്ടുകയാണെങ്കിൽ, ചിലപ്പം ഒരു ഗൈഡ് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ചാനലൊക്കെ യൂട്യൂബ് ചാനൽ വെറുതെ ഇരുന്ന് കണ്ടാൽ കുറച്ച് ദിവസം നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്യും. അത് കഴിയുമ്പോൾ നമ്മൾ എന്താ അവിടെ ഇടും, പിന്നെ വീണ്ടും പഴയ രീതിയിലാവും. ഇതാവുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് ചെയ്യേണ്ടതെന്നുള്ള. ആ ഒരു പാത്തിലേക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഉറപ്പായും മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെയാണല്ലോ പലരും പല കോഴ്സുകൾക്കും ചേരുന്നത്. അപ്പം ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് മാറ്റം എൻ്റെ ലൈഫിൽ കൊണ്ടുവരാനും എനിക്ക് ഒരു മെൻറ്ററായി നിൽക്കാനും സാധിക്കുന്നത്. ഞാൻ വളരെയധികം അതിൽ ദൈവത്തോട് നന്ദി പറയുകയാണ്. ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കി. അതായത് ഞാനൊരു ആത്മാവാണ്, നിങ്ങളും അതുപോലെ ഓരോരുത്തരും ഓരോ ആത്മാക്കളാണ് അല്ലേ. അപ്പം നമ്മുടെ ഇതൊരു ശരീരമാണ്, നമ്മൾ ശരിക്കും ഒരു ആത്മാവ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ്? അതായത് നമുക്ക് മരണമല്ല അല്ലേ, ആത്മാവിന് മരണമല്ല. മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയില്ല, എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ബ്രഹ്മത്തിലേക്കാണ് പോകുന്നതെന്ന് പറയും, ചിലർ പുനർജന്മം ജനിക്കും. ഓക്കെ, അതൊക്കെ വൈസ് വേഴ്സ, അതൊക്കെ അങ്ങനെ പോട്ടെ. അപ്പോൾ എൻ്റെ ശരീരത്തിലായിരിക്കുന്ന എന്നെ ഞാൻ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ആരെയാണ് സ്നേഹിക്കാൻ സാധിക്കുക? ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലോകത്ത് നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമായിരിക്കും നിങ്ങളെ സ്നേഹിക്കേണ്ടത്. വേറെ ആരും ഒരാളെ സ്നേഹിക്കില്ല എന്നുള്ളൊരു സത്യമാണ്. പറയും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നീ ഇല്ലാതെ ഞാനില്ല, അങ്ങനെയൊക്കെ. പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി സ്നേഹിക്കുന്നത് അവനവനെ തന്നെയാണെന്ന് ഏറ്റവും വലിയ സത്യം. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ സ്നേഹിച്ചുകൂടാ? ആത്മാർത്ഥമായി നാം നമ്മെ തന്നെ സ്നേഹിക്കണം. ഈ ശരീരത്തിലായിരിക്കുന്ന നമ്മളെ എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നുവോ, നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് സ്വയം നമ്മുടെ കൈ പിടിച്ച് തന്നെ നമ്മൾ പറയണം. നിന്നെ ഒരിക്കലും ഞാൻ നിൻ്റെ കൂടെ ആരുണ്ട്? ഈ ഞാനുണ്ട്. ഓക്കെ, ആ ഒരു ഉറപ്പ് നമ്മൾ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നൽകണം. എന്നിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷൻ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. ഫോർഗീവ്നെസ് കൊടുക്കേണ്ടടുത്ത് ഫോർഗീവ്നെസ് കൊടുക്കണം. ഒരു തുള്ളി പോലും എന്താ പറയുക, മറ്റുള്ളവരോട് നമുക്കൊരു പകയോ വിദ്വേഷമോ വെറുപ്പോ ഹൃദയത്തിലോ മനസ്സിലോ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. പല വിഷ്വലൈസേഷൻ ചെയ്യും ആൾക്കാർ. ചെയ്ത ശേഷം പറയും ഞാൻ വിഷ്വലൈസേഷൻ ചെയ്തു, ഭാവന ഉപയോഗിച്ച് ചെയ്തു, പക്ഷേ എനിക്കത് നടന്നില്ല, ഭയങ്കര സങ്കടമായി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അവിടെ പറ്റിയത്, നമ്മളൊന്നും നോക്കണം. വല്ല സംശയവും പ്രകടിപ്പിച്ചോ ഉള്ളിൻ്റെ ഉള്ളിൽ, ഇത് കാരണം മൈൻഡിൻ്റെ പവറാണിത്. എന്തെങ്കിലും ചെറിയ ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ എന്താ പറയുക ഇതുപോലെ ഭയമോ അല്ലെങ്കിൽ നടക്കുമോ എന്നുള്ള ചിന്തയോ അല്ലെങ്കിൽ ആരോടും വെറുപ്പോ, ചെറിയ ഒരു കുഞ്ഞു വെറുപ്പോ അല്ലെങ്കിൽ പൊറുക്കാൻ പറ്റാത്ത ഒരു എന്തെങ്കിലും നെഗറ്റീവ് വികാരങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ നടക്കാൻ വൈകും. അത് കുറച്ചുകൂടി നീണ്ടുപോകും, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കരുതും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു, എനിക്കത് നേടാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മളാകെ നിരാശ കൊണ്ട് അവിടെ ഇരിക്കും. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും നമ്മൾ നമ്മുടെ മൈൻഡിനെ ആ ഒരു ലെവലിലേക്ക് വീണ്ടും കൊണ്ടുപോകാൻ ശ്രമിക്കുക. വേറെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും അതിൻ്റെ മുന്നിൽ, വേറെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതിരിക്കില്ല, അതിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചാൽ അതെന്താ വരാത്തത് അതിന് സമയമായില്ലേ, ഇങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കരുത്. അതിനതിൻ്റെ പാട്ടിന് വിടണം. അത് വന്നുകൊള്ളും. പിന്നെ നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതിരിക്കും ആ ആഗ്രഹം നമ്മളിലേക്ക് വരുന്നത്. ഇതാണ് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. ഓക്കെ, എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് നിറയ്ക്കണം മനസ്സിലെപ്പോഴും. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും, നമ്മളിപ്പോൾ ഒരു ബസ്സിൽ പോവുകയാണെങ്കിലും, നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി ചായ കുടിക്കുകയാണെങ്കിലും, എന്തിനും നമ്മൾ നമ്മൾ വായ കൊണ്ട് പറയുക തന്നെ വേണം. നന്ദി പറയാൻ എല്ലാവർക്കും മടിയാണ്. മാക്സിമം നമ്മൾ നന്ദി പറയുക. ഓക്കെ, ശ്രദ്ധിക്കുക. ഞാൻ എല്ലാ വീഡിയോസിലും ഇതൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. എൻ്റെ സ്റ്റുഡൻസിന് സക്സസ് സ്റ്റോറീസ് വൈകാതെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്.
കാരണം ഒരാൾക്കൊരു മാറ്റം വരുത്താൻ എനിക്കെന്ത് അത്ഭുതമായി തീരാൻ കഴിയും എന്നാണ് ഞാൻ പ്രപഞ്ചത്തോട് ചോദിച്ചതെങ്കിൽ അതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ സന്തോഷം എക്നോളജി ചെയ്യുകയാണ്. ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പറയുകയാണ്. കാരണം നമ്മുടെ വോയിസ് ഒക്കെ ഉണ്ട്, അതായത് നമ്മൾ കൊടുക്കുന്ന പ്രാക്ടീസും ഉണ്ട്. ഈ പ്രാക്ടീസ് എല്ലാവരും സെയിം തന്നെ, ലോ അട്രാക്ഷൻ പഠിപ്പിക്കുന്ന ഏത് കോച്ചും കൊടുക്കുന്ന എല്ലാ പ്രാക്ടീസും തന്നെയാണ് ഞാനും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, നമ്മൾ ഗൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ബലം കൊണ്ട് അവർക്കൊരു മാറ്റം വരുന്നത് അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. അപ്പോൾ ലൈഫിൽ യൂണിവേഴ്സിനോട് ചോദിച്ചതായ ഓരോരോ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വൈകാതെ തന്നെ ഓരോന്നിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. പല പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിന് ഷെയർ ചെയ്തിട്ടുണ്ട്, ലൈഫിൽ നടന്നതായ സക്സസ്സുകളൊക്കെ. ബാക്കി സക്സസ്സുകളൊക്കെ എൻ്റെ ലൈഫിൽ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ എന്ത് അഫർമേഷനാണോ മിറർ നോക്കി പറഞ്ഞത് അതെൻ്റെ ലൈഫിൽ ഞാനിന്ന് നടത്തിയെടുക്കുകയാണ്. കാരണം ഞാൻ പോലും അറിയാതെ തന്നെ അത് എങ്ങനെയാണ് നിങ്ങളോട് പങ്കുവെക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഇന്നർ ഹാപ്പിനെസ് ഇപ്പം എന്ത് പ്രശ്നം മുന്നിൽ വന്നാലും എന്ത് നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാലും എങ്ങനെ തരണം ചെയ്യണമെന്നും ഒരു പേടിയില്ല. അതായത് നമ്മൾ ഹാപ്പിയാണ്, എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയല്ലേ നമുക്ക് വേണ്ടത്, ഇന്നർ ഹാപ്പിനെസ്. നമ്മുടെ ഉള്ളിൽ നിന്നായിരിക്കണം സന്തോഷം, ഉള്ളിൽ നിന്ന് വരണം അല്ലേ. അതിനേ ഉള്ളൂ കാര്യം. അല്ലാതെ ഒരു വസ്തുവിനോ ഒരു വ്യക്തിക്കോ ഒരു സാഹചര്യത്തിനോ ഒന്നും നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ ആഗ്രഹിച്ച ഒരു വീട് നമുക്ക് സ്വന്തമായി കഴിഞ്ഞാൽ എന്താണ്, ആ വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കുമ്പോൾ അതൊരു പഴയതുപോലെയല്ല, അത് നമുക്കൊരു ന്യൂ ആയിട്ട് തോന്നില്ല. അതൊരു കിട്ടിക്കഴിഞ്ഞു, ഇനി അടുത്തതായിരിക്കും വേണ്ടത്. പക്ഷെ ഇന്നർ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഉള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഭയങ്കര ഒരു ഹാപ്പി. പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നമുക്ക് എന്താണ് പ്രകൃതിയിലേക്ക് നോക്കുമ്പോഴൊക്കെ ഒരു സന്തോഷം നമുക്ക് വരാനുണ്ട്. ഇതൊക്കെ എങ്ങനെ ലഭിക്കുന്നത്? നമ്മൾ ഈ പ്രാക്ടീസിലൂടെ തന്നെയാണ് ലഭിക്കുന്നത്. പിന്നെ അതേപോലെ നമ്മൾ പല ഇതും പഠിക്കാൻ റേക്കി, അതുപോലെ പ്രാണിക് ഹീലിങ്, പിന്നെ അതുപോലെ SS ബാർ, ഇങ്ങനെയുള്ള ഫേസ് ലിഫ്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി കൂടുതൽ ആത്മീയതലത്തേക്ക് എത്താൻ വേണ്ടി പോവാറുണ്ടല്ലേ. എല്ലാം എല്ലാ എനർജിയായിട്ട് കണക്ട് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ആദ്യം ബേസിക് എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ്. ഇത് ഈ ഒരു സംഭവം നമ്മുടെ മൈൻഡിൽ ക്ലീൻ ആയിട്ട് നമ്മൾ എന്നും ഇതിങ്ങനെ കൊണ്ടുപോകുന്ന വ്യക്തിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് കയറാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഓൾറെഡി നമ്മൾ ക്ഷമ കൊടുത്തും ക്ഷമിച്ചും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും എഫർമേഷൻ പറഞ്ഞിട്ടൊക്കെ നമ്മളിങ്ങനെ സെറ്റായിരിക്കുമ്പോഴാണല്ലോ നമ്മൾ ഈ ഇങ്ങനെയുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അന്നേരം നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, അന്നേരം നമുക്ക് കൂടുതൽ അതിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ബേസിക് ക്ലാസ്, അതായത് ബേസിക് ലോ ഓഫ് അട്രാക്ഷനാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പം എത്രത്തോളം നിങ്ങൾക്കിത് സഹായകമായി എന്നുള്ളത് എനിക്ക് വളരെ 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 സന്തോഷമുണ്ട്. എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരുടെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും എൻ്റെ ചാനലിൽ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പരമാവധി അപ്ലോഡ് ചെയ്യാറുണ്ട്. ഒന്നും പെർഫെക്ഷനോടെ അല്ല ഞാൻ ചെയ്യുന്നത്, എനിക്കറിയുന്നത് പോലെ ഞാൻ അങ്ങ് ചെയ്തു തരുന്നു. അത് നിങ്ങൾ ഏറ്റെടുക്കുന്നത് നിങ്ങളുടെ വലിയ മനസ്സ്. കാരണം നമ്മൾ ഇപ്പം ഒരു ചാനലൊക്കെ നമ്മൾ ഒരു രീതിയിൽ ഒരാൾ പറഞ്ഞു തന്നിട്ടോ അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷം ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്ക് ലൈഫിൽ പല സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ അവിടെ ഞാൻ ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകളും ടൂളുകളുമാണ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നത്. ചില ബുക്സിൻ്റെ അറിവോടുകൂടി ഇടുന്നുണ്ട്. ചില ബുക്ക് വായിച്ചിട്ട് അതിൽ അറിവ് കിട്ടുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുണ്ട്. ചിലത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ടൂളുകൾ, അതായത് ഞാൻ അപ്ലൈ ചെയ്ത ശേഷം എനിക്ക് സക്സസ് ആയെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ചിലരുടെ കാര്യമാണോ? ഒട്ടുമല്ല അല്ലേ. നമ്മുടെ ലൈഫ് നമുക്ക് എങ്ങനെ ജീവിക്കണം എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും എല്ലാ വീഡിയോസും കാണുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു പ്രോത്സാഹനമാണ് നമുക്ക് വീണ്ടും ഇങ്ങനെ വീഡിയോസ് ഇടാൻ നമുക്ക് സാധിക്കുന്നത് അല്ലേ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിത് ഈ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗം കിട്ടുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഒരിക്കൽ കൂടെ. താങ്ക് യു.